ഹായ് ഹലോ. നമ്മൾ ഏതൊരു ഭക്ഷണം ഉണ്ടാക്കുന്നതും ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടും എവിടെ നിന്നൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്നെത്തിയിരിക്കുന്നത്. ഇത് പച്ചരിയും ചോറും തേങ്ങയും കൂടി അരച്ചെടുത്ത അരിമാവാണേ. അപ്പോൾ അതങ്ങോട്ട് ദോശ എൻ്റെ വലിപ്പത്തിൽ അങ്ങോട്ട് പരത്തി ചുട്ടെടുക്കാമല്ലേ. അപ്പോൾ ഇനി ഇതൊന്ന് കുറച്ച് എണ്ണയും തടവി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ താരം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ ഇത് ഒരു ഏലാഞ്ചിയൊക്കെ ഉണ്ടാക്കുന്നത് മാതിരി തന്നെയാണ്. ഏലാഞ്ചി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അരി ദോശയാണ്. അതിനുള്ളിൽ ശർക്കരയും തേങ്ങയും ചെറിയുള്ളിയും ചേർത്ത ഫില്ലിങ്സും നിറച്ച് ഇതങ്ങോട്ട് രണ്ട് വശവും മൊരിഞ്ഞ് വരുന്നത് വരെ മറിച്ചിട്ട് എടുക്കാമല്ലേ. അപ്പോൾ ഇതൊരു ഇലയുടേൻ്റെ വേറൊരു രൂപം എന്ന് പറയാം. അപ്പം നമ്മൾ എന്ത് കണ്ടാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ഇത് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അരിമാവ് അരച്ചെടുത്ത ഉടൻ തന്നെ ചുട്ടെടുക്കണേ, പുളിച്ചു പോവരുത്, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായക്ക് ഇതൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. കണ്ടില്ലേ, അട പോലെ തന്നെ ഉണ്ട്. വലിയൊരു രുചി വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കി അറിയിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കണം. അപ്പോൾ ഞാൻ ഇപ്പം ചായയൊക്കെ കുറച്ചൊന്ന് അങ്ങോട്ട് കുറച്ചിട്ടുണ്ട്. കഴിയുന്നതും ഇങ്ങനെ ജീരക വെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെറും ചൂടുവെള്ളം കഴിക്കും. അപ്പോൾ പിന്നെ താങ്ക് യു.